വലാ തജിദു അക്സറഹും ഷാകിരീൻ. ഭൂരിഭാഗത്തിനും നിനക്ക് നന്ദി ഞാൻ സമ്മതിക്കൂല. അപ്പൊ ഇബ്ലീസ് പൈല് പൊട്ടിയോ? അപ്പോ അല്ലാഹു തആല പറഞ്ഞു ഭൂരിപക്ഷത്തിനെയും നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ആ ഭൂരിപക്ഷത്തിനെ നന്ദി ചെയ്യാൻ സമ്മതിക്കൂലെങ്കിൽ ഞാൻ സമ്മതിക്കും. ഇതങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ പള്ളിക്ക് എത്തിക്കും ഓരെ എന്നല്ല പറഞ്ഞു. അള്ളാഹു എന്ത് പറഞ്ഞു? നന്ദി ചെയ്യാൻ ഭൂരിപക്ഷത്തിന് ഞാൻ സമ്മതിക്കൂല. അപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? ഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. എൻ്റെ അടിമകളാണെങ്കിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. ഒരു വാക്ക് പറഞ്ഞു ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിർ. കുറച്ച് ആളുകളുണ്ട്, എനിക്ക് തൊടാൻ കഴിയൂല. ഇപ്പോഴാണെങ്കിലും ഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ എവിടെയാണ്? പള്ളിക്ക്. ഇന്നിപ്പോഴത്തെ പള്ളിക്ക് പോയിട്ടില്ലെങ്കിൽ മോശപ്പെട്ടവനാണ് നാട്ടിൽ. അവന് തിരിയും ചെയ്യും, പെട്ടെന്ന് തിരിയും. പള്ളികളില്ല. അങ്ങനെയൊക്കെ പള്ളി ഉണ്ടായിട്ടും റമളാനിലൊക്കെ ജനങ്ങൾ പുറത്താണ്. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച പിറ്റത്തെ വെള്ളിയാഴ്ചയൊക്കെ നോക്കുകയാണ്. പള്ളി മുഴുവനും എല്ലാ നിസ്കാര പള്ളിയിലും ജുമാ തുടങ്ങിയിട്ടും ഇപ്പം എന്താണ് ജനങ്ങൾ പുറത്ത് കടലാസിട്ട് നിസ്കരിക്കുന്നത്. കഴിഞ്ഞൊല്ലം അങ്ങനെയാണ്, ഇക്കൊല്ലം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഇബ്ലീസ് തോറ്റോ? ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിരിച്ചുവിടലാണ് നല്ലത്. കാരണം ഇനി പോയിക്കോളി, ആലോചിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടാം. വിഷയം കഴിഞ്ഞിരിക്കണം തന്നെയാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അല്ലാഹു തആല വരെ മറികടന്നിട്ട് അപ്പം നമ്മൾ അല്ലാഹു തആല പറഞ്ഞതിനെ മറികടന്നിട്ടാണ് ഇപ്പം നമ്മൾ കയറുന്നത്. കാരണം അല്ലാഹ് പറഞ്ഞ വളരെ കുറഞ്ഞ ആളുകളെ നന്ദി ഉള്ളവരാവുള്ളൂ. നമ്മളിപ്പോൾ ബഹുഭൂരിപക്ഷം നന്ദിയുള്ളവരാണ്. ഭയങ്കര അടിച്ചു കയറുക. ഇബ്ലീസ് പറഞ്ഞു എവിടെ സിറാത്തുൽ മുസ്തഖീം ഉണ്ടോ അവിടെ ഞാൻ അടിയിരിക്കുന്നു. ഇപ്പോഴോ എവിടെ ഇരിക്കണാണില്ല, അടിച്ചു കയറപ്പോഴേക്ക്. അപ്പൊ എന്താ പറ്റിയത്? ഇബ്ലീസ് വളരെ സന്തുഷ്ടനാണ് എന്നതാണ്. എന്തുകൊണ്ട്? ഏറ്റവും മർമ്മപ്പെട്ട കാര്യം നമ്മൾ മറന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തിനും കാര്യമില്ല. അങ്ങനെയല്ലോ. എൻ്റെ മൊബൈൽ നീ എവിടെയെങ്കിലും ഒന്ന് വെച്ച് ഒന്ന് മൂത്രിക്കാനോ കാറ്റിക്കാനോ പോകുകയാണെങ്കിൽ തന്നെ എൻ്റെ മകനവും കൊണ്ട് മെല്ലെ ഈഞ്ചിട്ട് പോയിട്ട് ഓൻ റൂമിൽ കയറി വാതിലടിച്ച് മൊബൈൽ നോക്കും. പെട്ടെന്ന് ഓൻ എവിടുന്നാണ് ഈഞ്ചിനെന്ന് പറയുന്നത്. അങ്ങനെ ശരി എന്ത് ചെയ്ത് ഈ പെരിലെത്തിനോട് കൂടെ എന്ത് ചെയ്തെന്നറിയോ? സിം എടുത്തിട്ട് ഗീസിലിട്ട് മൊബൈലോടെ വെച്ച് ഓനോ കൊണ്ട് വണ്ടി ഓൻ്റെ റൂമിക്ക് ജനങ്ങാൻ പോയതനല്ല. കുഞ്ഞുമാരിപ്പോ ഇവിടെ മൊബൈൽ ഇന്ന് പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അപ്പോഴത്തേന് അതിൻ്റെ കീപ്പിട്ടുള്ള കുട്ടി മൊബൈലിന് പിടുത്തം കൂടി. അപ്പം മറ്റേ വന്ന മൊബൈൽ പിടിച്ച എല്ലാവർക്കും മൊബൈലാണ്. മറ്റേ തള്ളൻ്റെ മൊബൈൽ കൊണ്ട് എല്ലാവരും ഒപ്പിക്കാണ്. ഇതിപ്പോൾ ഈ ബാപ്പിയും കൂടി വന്നപ്പോൾ 2 മൊബൈലാണ്. അപ്പം വീട്ടിൽ ഭയങ്കര. അപ്പം ഈ എണ്ണം മിണ്ടാൻ തന്നെ പോയില്ല, ഈ വർത്താനത്തിനും പോയില്ല. ഈ വേഗം എന്ത് ചെയ്ത് ടോയ്ലറ്റ് കയറി, ഇച്ചി ടോയ്ലറ്റ് ഒക്കെ കുളിച്ച് വൃത്തിയായി ഇച്ചി ഒറ്റ കടത്തല കിടന്ന്. എന്തുകൊണ്ട് ഓൽ മണ്ടിയിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. അതിൽ മർമ്മപ്പെട്ട സാധനം ഇല്ല. ഇതന്നെ വിഷയം. ഇതാണ് നമുക്ക് പറ്റിയ ദീനിൻ്റെ മർമ്മം. മുഹമ്മദ് നബിയാണ്. ആ നബിയെ നമ്മൾ ഒഴിവാക്കി. എന്ത് കാര്യവും നബിയെ തൃപ്തിപ്പെടുത്തണം. നബിയെ തൃപ്തിപ്പെടുത്താത്ത ഒന്നും അള്ളാഹ് സ്വീകരിക്കില്ല. പണ്ടുള്ള ആളുകൾ ഐഷ നിസ്കരിച്ചാൽ മാത്രം മതി, തറാവി നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അവർ ചെയ്തിട്ടുണ്ട്. കാരണം നബിയില്ലാതെ അവർക്കൊന്നുമില്ല. അവർ ചെറിയ ഒരു ഭക്ഷണം കൊണ്ട് നോമ്പ് തുറന്ന് ബാപ്പി മക്കളും വേഗം കൂടി ഒരു മങ്കൂസ് മൗലിദ് ഓതിയിട്ടേ വേണമെങ്കിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ബാപ്പി മക്കളൊക്കെ മങ്കൂസ് മൗലിദ് ചിലപ്പോൾ പിന്നെ ഇരിക്കൂല ഈശ കഴിഞ്ഞിട്ട്. അപ്പോൾ ബാപ്പ പെട്ടെന്ന് നിസ്കാരം കഴിച്ചു. പിന്നല്ല ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ. ഇപ്പം എല്ലാവരും ബാപ്പാൻ്റെ ഒപ്പം ഒരുമിച്ച് കൂടി
എന്നിട്ടാണ് ബാപ്പ പിന്നെ ആ ഒരു ദുആ കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് ഒരു ഫാത്തിഹ ഓതി, ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതി, എന്നിട്ട് ഒരു ദുആ ചെയ്തിട്ടാണ് ബാപ്പ പള്ളിയിൽ പോകുക. അപ്പോൾ ആൺകുട്ടികളും പോകും, പെണ്ണുങ്ങളോട് നിസ്കരിക്കും. മനസ്സിലായോ? അവരെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഇർളാഉ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ പൊരുത്തപ്പെടിക്കുക, തൃപ്തിപ്പെടിക്കുക എന്ന കാര്യം അവരിൽ നിറഞ്ഞു കിടന്നിരുന്നു. അതാണ് സത്യത്തിൽ എന്ത് ആരാധനയുടെ മച്ച. ഇന്നിപ്പോൾ നമ്മളെ കയ്യിൽ നബി എന്നൊരാളെന്നെ ഇല്ല. ഈ പഞ്ചായത്ത് തൊട്ടടുത്ത് കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന് എന്നോടൊരാൾ കഴിഞ്ഞതിൻ്റെ മേലെ വർഷം ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നബി തന്നെ ഇസ്ലാം എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ്, അതെത്തിച്ചു, നമ്മൾ ഇനി ഇസ്ലാമാണ് നോക്കണ്ടേ. നബി അവിടെ പോയി വന്നു, നബിയുടെ ഖബർ എവിടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്ര ഉത്തരവാദിത്തമുള്ളൂ. മോൻ്റെ പേരും മുസ്ലിമാണ്, ബാക്കിയൊക്കെ കണക്കാണ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരാൾ എനിക്ക് അങ്ങനെ സംസാരിച്ച അയാൾ പറഞ്ഞു, ഇന്നലെ ബദരീങ്ങളാണ്ടിനെ ഞങ്ങളുടെ മഹലിൽ ബാല്യക്കാരൊക്കെ കൂടി നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ മഹലിലെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അവിടുത്തെ ബാല്യക്കാർ, ഒരു ലൊക്കാലിറ്റിയിലെ ബാല്യക്കാരൊക്കെ നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ബദരീങ്ങളെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു പ്രഭാഷണം ഇട്ടു. അപ്പോൾ അതിന് ഞാൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബദരീങ്ങളെ മാത്രം പറയുന്ന ഒരു മൗലിയരെ പ്രഭാഷണം ഞാനിട്ടു. അപ്പോൾ ഈ വഹാബിയായ ഒരുത്തൻ അതിമൽ പിന്നെ ട്രോള് നടത്തി. ബദരീങ്ങളെ വളരെ മോശപ്പെട്ട ആളുകളാക്കിയിട്ട് ട്രോളി. സിനിമാ നടന്മാരൊക്കെ വഹാബികളൊക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതായിരിക്കുമല്ലോ, അതായത് സിനിമക്കാർ ബദരീങ്ങളെ ട്രോളൂല, ഇവർക്കാണ് ബദരീങ്ങളുണ്ട് തന്നെ അറിയില്ല. അപ്പോൾ വഹാബികളൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയതൊക്കെ ട്രോള്, സിനിമാ നടന്മാരെയൊക്കെ കൂട്ടിയ ട്രോള് ഇതിൽ എടുത്തിട്ടു ഈ വഹാബി. അതായത് ഏത് വഹാബിയാണോ ബദരീങ്ങളെ മോശമാക്കിയൊരു പോഷൻ ഇട്ടത്, പിന്നെ ഞാൻ കൗണ്ടർ ചെയ്തു. അപ്പോൾ പിന്നെ ബദരീങ്ങളെ സിനിമാ നടന്മാരെയും നടിമാരെയും വെച്ചിട്ട് ബദരീങ്ങളെ ട്രോളുന്നൊരു ട്രോള് ഇവിടെ ഇട്ടു. അപ്പോൾ ഞാൻ മാതല്ല പഠിച്ചവനെ, ഇനിയിപ്പോൾ ഞാൻ അതിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, എന്താണ് നിങ്ങൾ ആരെ പറ്റിയാണ് ഈ മോശം പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു സുന്നി മതസ്ഥാപനത്തിൽ പഠിച്ച് ബിരുദം വാങ്ങിയ ഒരു സുന്നി മൗലവി വഹാബിയെ അനുകൂലിച്ച് കമൻ്റ് ഇട്ടു. ഓനെ പറഞ്ഞത് എന്താ തെറ്റ്? ഈ ജാതി ഖുറാഫാത്തും കൊണ്ട് നടക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ഒരൊക്കെ പേരടക്കം എനിക്കറിയും, ഞാൻ ഇപ്പോൾ പറയാതൊക്കെയാണ്. കാരണം ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി എനിക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ മൂല്യന്മാർ ഓലാണ് അതിൻ്റെ പേരിൽ ഭത്ത വാങ്ങി നടക്കണം, ഞാനല്ല. ഓൽക്കാണ് ഉത്തരവാദിത്തം, എനിക്കല്ല. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു, 4 കൊല്ലം കൊണ്ട് ഈ ദീനിവിടെ അഭ്യസ്തവിദ്യരായ സമന്വയ വിദ്യാഭ്യാസം നേടിയ സുന്നി മൗലവിമാർ 4 കൊല്ലം കൊണ്ട് മലബാറിലെ ദീനി പൊളിച്ചാണ് കിടത്തും. അത് മൂല്യന്മാർ നോക്കിക്കുകയും ചെയ്യും. അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ, തിരിച്ചു വരും. അതായത് നമ്മളെ മനസ്സപ്പി പറഞ്ഞു. ഒരു 25 കൊല്ലം മുമ്പാണെങ്കിൽ അതിനാൾ ധൈര്യപ്പെടില്ല, തന്നെ എന്ന് അവിടെ കൊലപാതകം നടക്കും. ബദരീങ്ങളെ ഒരാൾ ട്രോളിയിട്ട് ഇറങ്ങുമോ, പേരിന്ന് പുറത്തിറങ്ങുമോ? ഒരു 25 കൊല്ലം മുമ്പ് എന്ന് മുതൽ മുത്തനബിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ബദരീങ്ങളെ മോശമാക്കിയിട്ട് ഒരാൾ പേരിൽ നിന്ന് ഇറങ്ങില്ല. അവനെ പേരിലിറക്കാൻ സമ്മതിക്കില്ല, അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഇന്ന് അതിന് വഹാബികളോട് കൂടെ നിന്നിട്ട് അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട ഒത്താശകളും അതിന് വേണ്ട തെളിവുകളും ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന സുന്നി സ്ഥാപനങ്ങളിൽ പഠിച്ച വലിയ വലിയ ഡിഗ്രി എടുത്ത വലിയ ആളുകളാണ്. അതായത് സുന്നി മനസ്സിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ നീക്കുന്നതിൽ ആധുനിക പിശാചിനെ ജയിക്കാൻ കഴിഞ്ഞു. അപ്പം സിമ്മോനൂരി, എന്താ നിങ്ങൾ പള്ളി പോയാലെന്താ, മക്കത്ത് പോയാലെന്താ? എന്താണ് വിഷയം? വളരെ നിങ്ങളിത് ചിന്തിക്കണം. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഈ പറയുന്നത്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, അതാ പറയുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ തൃപ്തിപ്പെടുത്താതെ ഒരിക്കലും എന്തിനാ നമ്മൾ നോമ്പ് വിൽക്കുന്നത്? എന്തിനാ നോമ്പ് വിൽക്കുന്നത്? അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ. അള്ളാഹ് തൃപ്തിപ്പെടണമെങ്കിൽ ആരും തൃപ്തിപ്പെടണം. ഒരു രണ്ടല്ല
ഒന്ന് ഖൽക്കും ഒന്ന് ഖാലിക്കും അല്ലേ? രണ്ടും ഖാലിക്കാണോ? അല്ല, ഒന്ന് ഖാലിക്കും ഒന്ന് ഖൽക്കും തന്നെ. പക്ഷേ ഖൽക്കിൻ്റെ തൃപ്തിയാണ് ഖാലിക്കിൻ്റെ തൃപ്തി. അങ്ങനത്തെ ഒറ്റ ഖൽക്കേ ഉള്ളൂ, അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഗ്‌രിബും അതിൻ്റെ മുൻഗാമികൾ ഒരു 50 കൊല്ലം മുമ്പുള്ളവർ, ഒരു 40 കൊല്ലം മുമ്പുള്ളവർ, ഒരു 50 കൊല്ലം മുമ്പുള്ളവർ, എന്ന് മുതൽ മുത്തനബിയുടെ കാലം മുതൽ അവരൊരു മഗ്‌രിബും അതിൻ്റെ 2 റക്അത്ത് ശേഷമുള്ളതും ഒരു വിഷയം അതിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ ചെയ്തത് അള്ളാഹിൻ്റെ അടുക്കലുണ്ടാവും. എന്തുകൊണ്ട്? അവർ നബിയെ തൃപ്തിപ്പെടുത്താതെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തൂല. നബിയെ മാത്രം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഒരുത്തൻ ഒരുങ്ങി നബിയുടെ തൃപ്തിയും കാക്ഷിച്ചില്ലെങ്കിൽ അവൻ്റെ പേരാണ് മുനാഫിഖ്. ഞാൻ ആയത്തോതിത്തരാം. എന്താ പറഞ്ഞ? ഒരാൾ അള്ളാഹുവിനെ അപ്പോഴും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണില്ല, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ നടിക്കുക. കാരണം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്തണം? റസൂലുള്ളാഹിനെ. അത് വളരെ 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 ചിന്തിക്കുക. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. അവർ രണ്ടാളും ഒറ്റൊന്ന ജുംലത്തുൻ വാഹിദ, ഒറ്റൊന്നറിഞ്ഞ് പുതിയ ഒരു ഫത്വ ഉണ്ടാക്കണ്ട. അള്ളാഹുവിൻ്റെ റസൂലിനെ ഖാസിമെ ഒന്നാക്കി, അള്ളാഹുവിനെ റസൂലിനെ അള്ളാഹു ഖാലിഖും മുഹമ്മദ് മുസ്തഫ ഖൽഖുമാണ്. പക്ഷെ അവർ ഒന്നാണ്. ഒരാളെ പൊരുത്തം മറ്റയാളെ പൊരുത്താം, ഒരാളെ കോപം മറ്റയാളെ കോപം, ഒരാളെ പരിഗണിച്ചാൽ മറ്റയാൾ പരിഗണിച്ചു. ഒരാൾ അത് പരിഗണിക്കേണ്ടത് അവിടെ ആരെയാണ്? നബിയെ. നിസ്സാരപ്പെടുത്തുകയാണെങ്കിലും ആരെ നിസ്സാരപ്പെടുത്തുള്ളൂ? ഒരാൾ അള്ളാഹിനെ നിസ്സാരപ്പെടുത്തി നബിയെ ബഹുമാനിക്കൂല. അതേസമയത്ത് തിരിച്ചുണ്ടാവും, നബിയെ നിസ്സാരപ്പെടുത്തിയിട്ട് അള്ളാഹിനെ മാത്രപ്പെടുത്തും. അള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയവനെ നിരീക്ഷണമതി. അള്ളാഹുവിനെ ഒരുത്തൻ നിസ്സാരപ്പെടുത്താൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ നിസ്സാരപ്പെടുത്തുക എന്നത് എപ്പോഴും ഒരു വിശ്വാസിയുടെ ഉള്ളിലാണെങ്കിൽ, ഒരു വിശ്വാസത്തിന്റെ പരിധിയിലാണെങ്കിൽ നിസ്സാരപ്പെടുത്തൽ ആരുണ്ടാവില്ല? അള്ളാഹുവിനുണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തി അവിടെ എന്താരായി? നിരീശ്വരവാദിയായി. അപ്പൊ ഈ ചില വിശ്വാസി എന്ന പരിധിയിൽ ഒരാൾ വരണമെങ്കിൽ അള്ളാഹ് നിസ്സാരപ്പെടുത്താൻ പാടില്ല. പിന്നെ ആ നിസ്സാരപ്പെടുത്തൽ ആരേ ഉണ്ടാവുള്ളൂ? നബിയെ. നബിയെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ അവൻ അറിയാതെ ആരെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞു? അള്ളാഹുവിനെ. അപ്പൊ ഇതിപ്പോ നമ്മൾ സർവ്വസാധാരണയാണ്. എന്താണ് നിസ്സാരപ്പെടുത്തൽ? പരിഗണിക്കാതിരിക്കൽ തന്നെ നിസ്സാരപ്പെടുത്തലാണ്. നല്ലപോലെ ചിന്തിക്കുക. കുറേ പഠിക്കല്ല വേണ്ട, പഠിക്കുന്നത് വൃത്തി പഠിക്കണം. ഞാൻ ആയത്തോതിത്തരാം. യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയുർദൂക്കും വല്ലാഹു അഹഖ് വറസൂലുഹു അഹഖ് അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. തൗബ 62-ാമത്തെ ആയത്ത്. യഹ്ലിഫൂന ബില്ലാഹ്, മുനാഫിക്കുകൾ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യും. ലക്കും, നിങ്ങളോട്, ലിയുർദൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. വല്ലാഹിനെ എപ്പോഴും ആര് പറയും? മുനാഫിക്കുകൾ പറയും. യഹ്ലിഫൂന, അവർ സത്യം ചെയ്യും. ബില്ലാ, അള്ളാഹുവിനെ പിടിച്ച്, ലക്കും, നിങ്ങളോട്, ലിയുർദൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹിനെ പിടിച്ച് സത്യം വല്ലാഹി അറിയുമ്പോൾ നമ്മൾ വേഗം എന്ത് മനസ്സിലാക്കും? വൃത്തം വല്ലാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അള്ളാഹിന്റെ ആളാണ്. അള്ളാഹിന്റെ ആളാണെങ്കിൽ വല്ലാഹി എന്നറിയും. എന്തിനാണ് അവനെ ചെയ്യുന്നത്? ബാഹ്യതലത്തിൽ നിങ്ങളെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി. നിങ്ങളെ ദേഷ്യം ഉണ്ടാകരുത്. അവനും ആരുടെ ആളാണ്? സത്യവിശ്വാസിയാണെന്ന് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യണത്? എന്താണ് രാവിലെ വന്ന് ഉറങ്ങുന്നത്? അവൻ അള്ളാഹുവിനെ പിടിച്ച് യഹ്ലിഫൂന ബില്ലാ, യഹ്ലിഫൂന, അവർ സത്യം ചെയ്യും. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും. ലക്കും, നിങ്ങളോട് സത്യം ചെയ്യും. എന്ത്? വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്യും. എന്തിനാണ് അവർ ചെയ്യുന്നത്? ലിയുർദൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. എന്താ നിങ്ങളെ തൃപ്തിപ്പെടുത്തൽ? ഓനും അള്ളാഹിന്റെ ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വല്ലാഹി എന്ന് എപ്പോഴും പറയും. അത് പറയുന്നതോടുകൂടെ നമ്മളെന്ത് മനസ്സിലാക്കും? ഓൻ പള്ളിയേക്കണ ബായി തന്നെ. ആ പള്ളിയാണ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? പടച്ചോന്റെ ആളാണ്, പടച്ചോന്റെ ആളാണ്. ഇതൊക്കെ പായ പള്ളി ഉണ്ടാക്കി 25 ഇതാക്കി തീമന്റ് പത്തിരിങ്ങളാണ്ട് എന്ത് പറയും? ഒക്കെ പഴയ കാലത്ത് ഖുറാഫത്ത്.
അപ്പൊ നമ്മൾ ഓനെ കുറ്റം പറയാൻ ഒരുങ്ങാണെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് വർത്താനം പറയണത്. ഇന്നിപ്പോ നമ്മൾ ആ പള്ളി അവിടെ ഉണ്ടാവുന്നത് നിലക്കുന്നത് ഓനെ കൊണ്ടാണ്. ഓനെ 500 ചാക്ക് സിമന്റാണ് ഒറ്റ ദിവസം കൊണ്ട് ഓന്റെ ചങ്ങായിമാരെ കൂടി വിളിച്ചു വരുത്തി. പിന്നെ മണലും മറ്റും സിമന്റും എല്ലാം ഓനാ ചെയ്തു. ഉദ്ഘാടനത്തിന് അന്ന് മൊത്തം ചെലവ് ഓനായിട്ട്. ഇങ്ങനത്തെ ഒരാളെ കുറ്റം പറയുമ്പോൾ അപ്പോ നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന പണികളെല്ലാം ഒരാൾക്കൊനെ എതിർക്കാൻ കഴിയില്ല. കഴിയില്ല. സുന്നികളും വഹാബികളും കൂടുതൽ മഹലിലാണെങ്കിൽ ആ മാനിൽ കൂടുതൽ പൈസ ചെലവാക്കുന്നത് വഹാബികളായിരിക്കും. എപ്പോഴും വഹാബികൾ. എന്തുകൊണ്ട്? ഓനവിടെ വർത്താനം പറയും. ഓന് വർത്താനം പറഞ്ഞതിന് വിലയുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇവിടെ പള്ളിന്റെ ആവശ്യം വന്നത് ഓനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓനെന്നാണ് നേരം വെളുത്താലും സുബൈന്റെ മുമ്പും പള്ളിക്കെത്തും. പള്ളിന്റെ എന്താ പറയാ എടുപ്പുണ്ടാക്കിയപ്പോ അതിന്റെ മുഴുവനും എന്നിട്ടാണ് ഓഫീസിൽ പോകും. ഓനെ കുറ്റം പറയാം. ഓനെ അള്ളാന്റെ ആളാണോ? പടച്ചോന്റെ ആളാണ്. അപ്പൊ പടച്ചോന്റെ ആളാണ് എന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില കർമ്മങ്ങൾ ഇത്തരം ആളുകൾ ചെയ്യും. ഞാനൊരു വഹാബി മാത്രം പറയല്ല, എല്ലാവരും ഇപ്പൊക്കെ കണക്കന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. യഹ്ലിഫൂന ബില്ലാ, മുനാഫിക്കുകളായ ജനങ്ങൾ യഹ്ലിഫൂന, അവർ സത്യം ചെയ്യും ബില്ലാ, അള്ളാഹിനെ പിടിച്ച്, ലക്കും നിങ്ങളോട്, ലിയുർദൂക്കും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് കേട്ട നിങ്ങൾ തൃപ്തിപ്പെടും. നിങ്ങൾ എന്ത് പറയും? ഓരോ ആരാളാണ്. പക്ഷേ എന്നാൽ വല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലുമാണ് അഹഖു ഏറ്റവും ബന്ധപ്പെട്ടത്. അയുർദൂഹു അവർ തൃപ്തിപ്പെടുത്താൻ. അവർ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയല്ല, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യും. സത്യത്തിൽ അവർ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയല്ല, നിങ്ങളെയല്ല. പിന്നെ വല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് അഹഖു ഏറ്റവും ബന്ധപ്പെട്ടത്. ആ യുർദൂഹുമാ എന്നാണ് ഭാഷാപരമായി പറയേണ്ടത്. പക്ഷെ ആ യുർദൂഹു എന്ന് പറഞ്ഞോളൂ. ആയത്തിൽ അത്ഭുതം. അങ്ങനെ ആയത്തുണ്ടാവില്ല. ആദ്യം തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞിട്ടില്ല. ഭാഷാപരമായി ആ യുർദൂഹു എന്നല്ല ഇവിടെ പറയേണ്ടത്, ആ യുർദൂഹുമാ എന്ന് പറയേണ്ടത്. സയ്യിദിനെയും അംറിനെയുമാണ് അവർ തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ സയ്യിദുൻ വ അംറുൻ അഹഖു അൻ യുർദൂഹുമാ എന്ന് പറയേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഹു ഏകവചനാണ്. ഇവിടെ പറയേണ്ടത് മനസ്സിലായി ദ്വിവചനമാണ്. അയുർദൂഹുമാ എന്ന് പറയേണ്ടത്. പക്ഷെ ഇവിടെ ആയത്തിലുള്ളത് ഹൂന്ന്. എന്തേ? തൊട്ടടുത്തേക്ക് റമീർ ഇറക്കാം. അല്ലാഹു റസൂലു അഹഖു യുർദൂ, തൊട്ടടുത്താരാ? റസൂൽ. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു, അല്ലാഹു റസൂലുമാണ് അഹഖു ഏറ്റവും ബന്ധപ്പെട്ടത്. അയുർദൂ, ആ ആളെ അവൻ തൃപ്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അവൻ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? റസൂലിനെയാണ്. റസൂൽ തൃപ്തിപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി ആര് തൃപ്തിപ്പെടും? അള്ളാഹു. പിന്നെ വിശ്വാസിയാവുമ്പോ ആരും അള്ളാഹ് തൃപ്തിപ്പെടുത്താനുണ്ടാവും. ആരെ പരിഗണിക്കാർക്കുള്ളൂ? റസൂലിനെ. നിങ്ങളിവിടെ മനസ്സിലായില്ലേ? യഥാർത്ഥം അറിഞ്ഞവൻ ആരെ തൃപ്തിപ്പെടുത്തും? റസൂലിനെ. അള്ളാഹ് നേരത്തെ തൃപ്തിപ്പെട്ടുകൊണ്ടാണല്ലോ വിശ്വാസിയായത്. ഞാൻ പരിഗണിക്കാതിരിക്കൽ ആരെയാണ്? റസൂലിനെയാണ്. മുനാഫിക്കാണെങ്കിൽ റസൂലിനെയാണ് പരിഗണിക്കാതിരിക്കുക. ഇവിടെ ഇപ്പൊ ഒരു ഹൂദിനെ ഹുമാക്കാൻ കഴിയൂലേ അല്ലാഹു തആലക്ക്? ഹുമ എന്നുള്ളടത്ത് ഹൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് ജിബിരിയിലെ ആയത്തും കൊണ്ട് പാഞ്ഞതാണോ? അതായത് നമ്മളിപ്പോ നോമ്പൊലിക്കണ എന്തിനാ? അള്ളാഹ് റസൂലിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ? റസൂലിനെ തൃപ്തിപ്പെടുത്താത്ത കാലത്തോളം നിന്റെ ദീൻ ആർക്ക് വേണ്ടി വരില്ല? അള്ളാഹ്ക്ക് വേണ്ടി വരില്ല. അതിൽ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മൾ പള്ളിക്കെന്ന് അറിഞ്ഞാലും ഇബ്ലീസിന് ഒരു കുഴപ്പമില്ല. ഇത് സിമ്മില്ലാത്ത മൊബൈലാണ്. സിമ്മില്ലാത്ത മൊബൈൽ എവിടെ വെച്ചാലെന്ന് സിമ്മില്ലാണ്ട് സിമ്മില്ല.
വാക്കിൻ്റെ ഒരു ഗൗരവം ഞാൻ അത്ഭുതപ്പെടുന്ന ആയത്താണത്. അല്ലാഹു റസൂലുഹു അഹ്ഖു അൻ യർദൂഹുമാ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അവർ രണ്ടാളെയാണ് തൃപ്തിപ്പെടുത്തേണ്ടതല്ലേ ഭാഷാപരമായി അവിടെ വരേണ്ടത്. ഈ മുനാഫിക്കുകൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വല്ലാഹി വല്ലാഹി എന്ന് പറയും. നിങ്ങളെ അല്ല ഒരു തൃപ്തിപ്പെടുത്തേണ്ടത്. വല്ലാഹു റസൂലുഹു അല്ലാഹുവിനെയും റസൂലിനെയുമാണ് അഹ്ഖു ഏറ്റവും ബന്ധപ്പെട്ടത് അൻ യർദൂഹുമാ അവർ രണ്ടാളെയുമാണ് അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അവകാശപ്പെട്ടത് എന്ന് പറയേണ്ടടുത്ത് ഹുമാ എന്ന് പറയാതെ ഏകവചനമായി എന്ത് പറഞ്ഞു? ഹു. രണ്ടാളെ പേരും പറഞ്ഞു വല്ലാഹു റസൂലുഹു, എന്നിട്ട് ഹു എന്നും പറഞ്ഞു. തൊട്ടടുത്തിലേക്ക് അടക്കാം ഭാഷയുടെ പൊതു നിയമം അനുസരിച്ച്. മനസ്സിലാണ്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തലാണ്. പെടുത്തിയാൽ ആരും തൃപ്തിപ്പെടും. ഇല്ലേ റസൂൽ എന്റെ കൂടെ ഇല്ലേ, പിന്നെ അള്ളാഹിനെ പരിഗണിക്കാനല്ല. ചിന്തിക്കണം. മുനാഫിക്കുകൾക്ക് ദേഷ്യം ആരോടാണ്? മുത്ത റസൂലിനാണ്. അതാണ് ഒരു വിഷയം. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പുറത്തെല്ലാം തേടുമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കപ്പെട്ടാൽ ലൗറൂസവും അവർ തലവെട്ടിച്ചൊറ്റ പോക്കൂ. ഓർക്ക് ആരെ വേണ്ട? റസൂലിനെ വേണ്ട. പിന്നെ അള്ളാഹ് ഉണ്ടായാലല്ലേ വിശ്വാസിയാവുള്ളൂ. അള്ളാഹ് ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് റസൂല്? അതന്നെ വിഷയം. അത് തന്നെ വിഷയം. എന്തിനെ തെറാവിന്റെ ഇടയിൽ 4 തെറാവി കൂടുമ്പോൾ സ്വലാത്ത് കഴിച്ച് കൂട്ടിയത്? റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. എന്നാലേ ആര് തൃപ്തിപ്പെടൂ? അള്ളാഹ് തൃപ്തിപ്പെടൂ. നമ്മൾ ആ നേരത്ത് പുറത്തിറങ്ങി മൊബൈൽ മാന്താൻ പോകും. തെറാവി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ നേരം പിന്നെ അവന് വേണ്ട, അത് സ്വലാത്തല്ലേ. തെറാവി നിസ്കരിച്ചുള്ള ആയത്ത് ഖുർആനിലില്ല, സ്വലാത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. തെറാവി നിസ്കരിച്ചുള്ള ആയത്ത് ഖുർആനിൽ കാണിച്ചെന്ന ഈ ഖുർആന്റെ ആളാണല്ലോ കാണിച്ചോണ്ട. കാണിച്ചേരി തെറാവി നിസ്കരിച്ചോളുന്നുള്ള ആയത്ത് ഖുർആൻ കാണിച്ചേരി സ്വലാത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അപ്പോൾ ഇബ്ലീസ് വലിയ സന്തോഷത്തിലാണ്. പള്ളി ഫുള്ളാ ഇബ്ലീസ് സന്തോഷത്തിലാണ്. എന്തുകൊണ്ട്? ഒന്നും മേലെ കയറൂല ഈ അമലൊന്നും. എങ്കിൽ അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ ഒന്ന് തോൽപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ പള്ളിയൊക്കെ കൂട്ടു. ഈ പള്ളിയിൽ പോണൂടെ നമുക്കൊരു സന്തോഷം ഉണ്ടായി. എന്ത്? ഞാനിപ്പോൾ അത്യാവശ്യം നല്ലവനായിട്ടല്ലേ പള്ളിക്കെത്തി. കിബറുണ്ട്. കിബറില്ലാത്തവനാരാ? ഹിക്കമിൽ ഒരു വാക്കുണ്ട്. മഅസിയത്തുൻ ഔറസത്ത് ദില്ലൻ വഫ്തിഖാറൻ ഖൈറും മിൻ തുആത്തിൻ ഔറസത്ത് ഇസ്സൻ വസ്തിക്ബാറ. ഭയങ്കര വർത്താനാണ്. ഞാൻ ഹിക്കമിൽ നിന്ന് വായിക്കാം. ഹിക്കം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കം എന്ന ലോക പ്രശസ്തമായ കിതാബ്. അതിലൊരു വാക്കാ. ആ വാക്ക് ഞാൻ വായിച്ചാൽ മഅസിയത്തുൻ ദോഷം, കുറ്റം, ഔറസത്ത് ദില്ലൻ വഫ്തിഖാറൻ അത് ഒരു ദോഷം. ആ ദോഷം ഉണ്ടാക്കി എന്തിനെ? ദില്ലൻ ആ ദോഷം ചെയ്ത വ്യക്തിയിൽ നിസാരത്വത്തെ, വഫ്തിഖാറൻ അള്ളാഹുവിലേക്കുള്ള ആവശ്യകതയെ. ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഞാൻ കള്ളുടിയനാണ്, ഇനി ഒന്നിനും പറ്റൂല, എൻ്റെ പഠിച്ചെന്നെ സ്വീകരിക്കൂല, ഞാൻ വളരെ എന്ന ദില്ലത്ത് നിസാരത്വം ഉണ്ടാക്കി. എന്ത്? മാനസികത്വം. എന്ത് ദോഷം? ഉറക്കപ്പറ. എൻ്റെ കൂടെ വാ. എടാ നമ്മക്ക് ഇതുകൊണ്ടൊക്കെ അഹങ്കാരമല്ല എന്തുണ്ടായിരിക്കുന്നത്. മഅസിയത്തുൻ കുറ്റം. എൻ്റെ കൂടെ വരട്ടോ. മഅസിയത്തുൻ കുറ്റം, ഔറസത്ത് അത് ഉൽപ്പാദിപ്പിച്ചു. എന്തിനെ? ദില്ലൻ നിസ്സാരത്വത്തെ, വഫ്തിഖാറൻ എളിമത്തരം. എനിക്ക് അള്ളാഹിനെ കിട്ടണം, ഞാൻ പറ്റ മോശമാണ് എന്ന ഒരു, മനസ്സിലായില്ലേ, നിസ്സാരത്വത്തെയും നിന്യതയെയും ഉണ്ടാക്കി. എന്ത്?
ഒരു ദോഷം എങ്കിൽ ഖൈറുൻ, അത് ഖൈറാണ്. മിൻ ത്വാഅത്തിൻ, ഒരു ആരാധനയേക്കാൾ. ഔറസത്ത്, അതുണ്ടാക്കുന്നത് ഇസ്സൻ വസ്തിക്ബാറ, യോഗ്യതയും അഹങ്കാരവും ഉണ്ടാക്കുന്ന ആരാധനയേക്കാൾ നല്ലത് എളിമത്തരം ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ്. ഇപ്പോൾ അതിന് അപ്പോൾ ഇബ്ലീസായി തിരിഞ്ഞില്ല. മനസ്സിലായില്ല? ഈ ദോഷം കൊണ്ടവൻ ആരിലേക്ക് എത്തി? അതിന്റെ സ്വഭാവത്തിലേക്ക് എത്തി. എന്താ അതിന്റെ സ്വഭാവം? റബ്ബന വലംന, ഞങ്ങൾ മോശപ്പെട്ടവരാ. മറ്റൊന്ന് തറാവിയൊക്കെ നിസ്കരിച്ചു, എല്ലോ 15 കത്തോതി ആരെങ്കിലും ഭയങ്കരമാണ്, ഭയങ്കര കത്തത്തിൽ കത്താണ്, കത്തം ഓ ഭയങ്കര കത്ത്. ഭാബിയാണോ 25 കത്തോത് ഒരു ദിവസം, ഒറ്റ കത്തോത്, ഭയങ്കര ഭാബിയാണ്. ഓദ്യന്നെ അവൻ്റെ പള്ളിക്ക് ഒരു 8 റക്കാത്താണെങ്കിലും, ചിലർ പറയില്ലേ 8 റക്കാത്താണെങ്കിലും നമ്മളൊരു 100 റക്കാത്തിൻ്റെ അത്ര ഉണ്ടാവും. ഓ ഭയങ്കര ഭയങ്കര മാസീത്ത്, ഒരു ദോഷം, ഒരു കള്ളോടി, ഔറസത്ത്, അതുണ്ടാക്കിയത് ദില്ലൻ, നിന്യതയെയും ഒഫ്തിഖാറൻ, എളിമത്തരം, നിസാരത്വം, അള്ളാഹുവിലേക്കുള്ള ആവശ്യം, മഹാന്മാരിലേക്കുള്ള ആവശ്യം. എനിക്കേത് സാലിയായ മനുഷ്യനെ കിട്ടണല്ലോ കൈയോടിച്ചൊന്ന് വേർപ്പിക്കാൻ എന്ന് തോന്നിപ്പിച്ചു. ഈ ദോഷം. എനിക്ക് നല്ലൊരു സാലിയായ മനുഷ്യനെ, അയാളാണ് എന്നെ പോലത്തെ വെട്ടിയാളൊക്കെ ആരെങ്കിലും സ്വീകരിക്കും. എനിക്കൊരു സാലിയായ മനുഷ്യനെ കണ്ടെന്ന് വേർപ്പിക്കാൻ ഞാൻ കള്ളുടിച്ച് നശിച്ചവനാണ്. അതേ സമയത്ത് അതാണ് ഖൈർ മിൻ ത്വാഅത്തിൻ, ആരാധനയേക്കാൾ. ഔറസത്ത്, അതുണ്ടാക്കിയത് ഇസ്സൻ, യോഗ്യത. ഞാൻ നാളെ ഇങ്ങനെ തമിഴ്നാട്ടിലൊരു വലിയ ഒരു മഹാനുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് 25 വന്ന് പോയി കൈയൊടിച്ച് ദ്വാർപ്പിക്കണം, അതിന് പോക്കാണ്. അപ്പം പറയാം, കത്തക്കാരൻ പറയാം, ആനക്കൊക്കെ വലുപ്പാണിണ്ട്. എന്ത് ഇജൊരു സ്വാലിൻ്റെ കൈ പിടിച്ച് ദ്വാർപ്പിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തു. അയാൾ സ്വാലി അല്ല നോക്കാം, എന്നാൽ തന്നെ നിനക്ക് കൂലിയിട്ടു. കാരണം നിന്റെ നീയത്തിൽ ഇജെന്തിന് പോയതാ? ഇജ് നിന്യനായതുകൊണ്ട് സ്വാലിനെ കൊണ്ട് ദ്വാർപ്പിക്കാൻ പോയതാ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? മറ്റേ നമ്മൾ പോകില്ലേ, നമ്മക്കിത് കമ്മിയുള്ളൂ. നമ്മളൊക്കെ വരുമ്പോഴത്തേന് കൂലിന്റെ പെട്ടെന്ന് കൂപ്പണം അവതരത്തിലും നിൽക്കാൻ വയ്ക്കൂല. കാരണം വേഗം നിറവേണം, ആജാതി കത്താണ് നമ്മൾ ഓതിയത്. ഓ മേശറയിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹു പെട്ടെന്ന് വിലക്കാൻ പറയും. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഓൻ കത്തത്തും വലിയ ആളാണ്, ഓനൊരു തെറാബി ഒഴിവാക്കിനു, ഭയങ്കര ആളാണ്. പെട്ടെന്ന് മലക്കൽ പറഞ്ഞു, അള്ളാഹു തന്നെ പെട്ടെന്ന് അവിടെ ഓഫീസ് വിളിക്കണ്ട്, അവിടെ AC ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വിരുന്ന് വിചാരിച്ചിട്ട് AC ഇന്നലെ തന്നെ അത് നാളിനെ തലേന്ന് തന്നെ AC ഇട്ടിട്ടുണ്ട്, നിങ്ങളവിടെ നിന്നിരിക്കുന്നു. കാരണം നമ്മളാരാ? നമ്മളെ AC ഇട്ടിട്ട് തന്നെ അത് വിളിക്കാൻ തന്നെ അള്ളാഹു പറ്റൂല. കാരണം നമ്മൾ അത്രയും വലിയ കത്തക്കാരൻ. ഖൈറും മിൻ ത്വാഅത്തിൻ, വേണമെങ്കിൽ കേട്ടോളി. ഇയാളെ വയലുകൊണ്ട് കുറച്ചാളുകളെ അമല് മുടങ്ങിയെന്നാണെങ്കിൽ ഇജ്ജ് നടന്നടങ്ങായി. ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഒന്നും വാങ്ങണില്ലല്ലോ. എനിക്കൊരു വയൽ നിങ്ങൾക്ക് പറ്റി പറഞ്ഞിരുന്നെങ്കിൽ 50,000 റുപ്യ തരണം, 25 ഞാൻ പറയണ്ടോ? ഒന്നും പറയുന്നില്ല. 10 പൈസ നിങ്ങളെടുത്ത് ആരും വാങ്ങിക്കണോ? അതുമില്ല. നിങ്ങൾ ചിന്തിച്ചോളി, ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. ഇന്ന് നമ്മൾ ആരാധനകൾ കൊണ്ട് നമുക്കുണ്ടാവുന്നത് അഹങ്കാരമാണ്. അപ്പം ആര് ജയിച്ചു? ഇബ്ലീസ് ജയിച്ചു. നമുക്ക് നബിനെ വിലല്ല, അമ്പിയാക്കളെ വിലല്ല, സിദ്ദീഖുൽ അക്ബർ മാപ്പിളാർക്ക് സിദ്ദീഖുൽ അക്ബർ വിലല്ല. നിങ്ങൾ സിദ്ദീഖുൽ അക്ബറിനെ ആക്ഷേപിച്ചൊരു പ്രസംഗം നടത്തി നോക്കണേ. 100 കണക്കിന് മലയാളികൾ അപ്പങ്ങൾക്ക് കമന്റ് ചെയ്ത് മാപ്പിളാര് മുസ്ലിമീങ്ങൾ. ഇതൊക്കെയാണ് സത്യം എന്നറിയും. നിലവിലിപ്പുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിലവിലുണ്ട്. നിങ്ങൾക്ക് എന്ത് മൊയ്തീൻ ഷേഖ്, എന്ത് റിഫായി ഷേഖ്, എന്ത് ഖാജ, എന്ത് അമൃതങ്ങൾ, ഇവരൊരു കാറ്റഗറി ഉണ്ടല്ലോ. ഇവരൊക്കെ ആരാ? ആരാ? സ്വാലിഹ്യങ്ങളാ. അള്ളാഹു തആല എപ്പോഴും ഇന്നമായത്തെ വല്ല സ്വാലിഹീൻ, സ്വാലിഹ്യങ്ങളൊക്കെ ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? പറയും, സ്വാലിഹ്യങ്ങളെ ആരെ ഏറ്റെടുത്തതാണ്? അള്ളാഹു. അപ്പോൾ ഓരെ നമുക്ക് വലിയൊരു തന്നെയാണ്. കാരണം അവരെ ആരെ ഏറ്റെടുത്തു? അള്ളാഹു. പിന്നെ നമ്മളെ ഓലെ കോന്തൽമ തൂങ്ങാണ്. എന്തിന്? നമ്മളെ ഏറ്റെടുക്കൂല, കാരണം നമ്മൾ അത്രയും ദൂഷ്യമാണ്. അതേ സമയത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ ചിന്തല്ല. കാരണം നമുക്ക് എന്തോ കുഴപ്പമുള്ളത്, നമുക്കെന്തോ കുഴപ്പം? ബാങ്ക് കൊടുത്ത പള്ളിക്ക് കൊണ്ട്
റമദാനാണെങ്കിൽ 30 തറാവി ദിവസം 600 റക്അത്ത് തറാവി മാത്രം. പിന്നെ ഖിയാമുൽ ലൈൽ, പിന്നെ ഖുഊദുൽ നഹാർ, ഖിയാമുൽ ലൈലും ഖുഊദുൽ നഹാർ. ഖൈറു മിൻ തഅത്തിൻ ഔറസത ഇസ്സൻ വസ്തിക്ബാറ. യോഗ്യതയും അഹങ്കാരവും ഉണ്ടാക്കുന്ന ആരാധനയേക്കാൾ നല്ലത് എളിമത്വവും നിസാരത്വവും ഉണ്ടാക്കുന്ന ദോഷങ്ങളായിരിക്കും. കാരണം ആ ദോഷം വഴി ഈ മനുഷ്യൻ ആരെ വാതിൽക്കലെത്തും? മറ്റു വാതിൽക്കുന്ന അപ്പോന ആദം നബിന്റെ സ്വഭാവത്തിലായി അബദ്ധം ചെയ്തു. ദോഷം എന്ന് പറയണ്ട, സീദന ആദം, മഹാനായ സീദന ആദം. പക്ഷെ പഴം കഴിക്കരുതാണ്, പഴം കഴിച്ചുപോയി. അന്ന് മുതൽ 1000 കൊല്ലാണ് എന്ത് പറഞ്ഞ് ഇന്നൊന്നിനും പറ്റൂല, ഇന്നൊന്നിനും പറ്റൂല. മക്കത്തൊക്കെ വാഫം ചെയ്ത് എല്ലാം ചെയ്തു. ഞാൻ പിന്നെ പറഞ്ഞാൽ തന്നെ പറ്റൂന്നല്ല, എന്നെ പറ്റൂല, എന്നെ സ്വീകരിക്കൂല. എനിക്കറിയിച്ച് എന്നെ സ്വീകരിക്കൂ. കാരണം എന്നോട് നേരിട്ട് പറഞ്ഞത് തുടരുത്, ഞാൻ തൊട്ടില്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞാൻ പരാജിതനാണ്, ഞാൻ പറ്റപ്പോക്കാണ്, എന്നെ ഒന്നിനും പറ്റൂല. ആലോചിച്ചോക്ക്. അപ്പോൾ ഒരു ദോഷം ചെയ്തവൻ ദോഷം കാരണം ആരിലെത്തി? അള്ളാഹുവിലെത്തി. എന്തുകൊണ്ട്? ആദ്യം നബിന്റെ സ്വഭാവമാണ്. അതേ സംബന്ധിച്ച് ആരാധിച്ചവൻ ഉണ്ടാക്കിയത് എന്താണ്? ഓൻ ഉണ്ടാകേണ്ടത് ഉണ്ടായില്ല. ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോഴും ഓന് താഴ്മത്തരം കൂടുകയുണ്ട്. അതിനാ താഴ്മത്തരത്തിൽ ഓൻ നബിയിലൂടെ പോകണം. അവസാന ദിവസത്തിന്റെ തലേനാളുകളിൽപ്പെട്ട ഒരു നാളുകളിൽ എണീറ്റ് നിസ്കരിക്കാൻ കഴിയാതെ എണീറ്റിട്ട് എന്ത് ചെയ്തു? കാല് നീര് കെട്ടിവിടുത്ത് നിസ്കരിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞ് കരഞ്ഞ്, എന്തിന്? അപ്പോൾ പറഞ്ഞു, എനിക്ക് നന്ദി കാണിക്കണ്ടേ, നന്ദിയുള്ള അടിമയാണ്ട്. അപ്പൊ ഇതുവരെ ചെയ്തിട്ട് ഞാൻ നന്ദിയുള്ള അടിമ ആവോ? ഇതാണ് ആരെ മനസ്സ്? സുലാന മനസ്സ്. അത് ആദം നബിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത് തന്നെ? എന്താണ് നിങ്ങൾ ചിന്തിക്കുക? മറ്റേ ഇബ്ലീസിന്റെ സ്വഭാവം. ഞാൻ ഇപ്പൊ യോഗ്യനാണ്, ആകാശം മുഴുവനും സുജൂദ് കൊണ്ടോ നിറച്ചു. അപ്പൊ ഓന്റെ ആരന്യ ആകാശത്തെ എല്ലാ തറാവിയിലും പങ്കെടുത്തിട്ടുണ്ട്. ആകാശം മുഴുവനും പള്ളിയാണ്, ആകാശം മുഴുവൻ സുജൂദ് കൊണ്ട് നിറച്ചവനാണ്. അപ്പൊ ഓന്റെ ഭാഷയിൽ ഓൻ ആരാ? യോഗ്യൻ. പിന്നെന്താ അവൻ അഹങ്കാരം ഉണ്ടായാല്? ഇന്നിപ്പോ എല്ലാ കൈ ആകാശം മുഴുവൻ സുജൂദ് നിറച്ചിട്ട് പിന്നെ ഇപ്പോ വേറൊരു സ്വാലിയുണ്ട്. എനിക്കെന്തൊരു സ്വാലി? ഞാൻ തന്നെ സ്വാലിയാണ്. ആകാശത്തെ വഹാബിയായിരുന്നു ആര്? പാറയടങ്ങായി. ആകാശത്തെ വഹാബിയായിരുന്നു ആര്? ഇബ്ലീസ്. വഹാബികളെ എന്താണ്? എന്ത് സ്വാലി? നമ്മളെ സ്വാലിയല്ലേ? അമൃതം എവിടെയെങ്കിലും തപ്പി നോക്കുക, സ്വാലിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റുണ്ടോ? എന്ത് എന്തൊരു ഫായിഷക്ക്, എന്ത് മൂല്യ, എന്ത് തങ്ങൾ? നല്ലോണം ചിന്തിച്ചോളി. അപ്പൊ ഓന്റെ ഭാഷയിൽ ആദം നബിയെ തേടിപ്പോണ്ട ആവശ്യം വരില്ല. ഒരു ആദം നബിക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട്? ഓൻ ആരാണ്? അവന് ഇതെവിടെ അവൻ എത്തിയത് എന്തുകൊണ്ടാ? ത്വാഅത്ത്. അള്ള പറഞ്ഞതിനൊക്കെവൻ പറയുടെ ചങ്ങായി അള്ള പറഞ്ഞതിനിവൻ വഴിപ്പെട്ടു. വഴിപ്പെട്ടപ്പോ അവൻ എന്തുണ്ടായി? ഔറസത ഇസ്സൻ വസ്തിക്ബാറൻ. യോഗ്യതയും അഹങ്കാരം ഉണ്ടായി. അതിനേക്കാൾ നല്ലത് മഅസിയത്തായിരുന്നു. ആ മഅസിയത്തിലൂടെ ദില്ലത്തുണ്ടാവും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അപ്പോൾ അമലല്ല, നതീജത്തുൽ അമലാണ് മർമ്മം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഇരുന്നാലോചിച്ചു. അമലിനേക്കാൾ പ്രധാനം നതീജത്തുൽ അമലാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ജിസ്മിലേക്ക് അല്ലാഹു തആല, തടിയിലേക്ക് അല്ലാഹു തആല നോക്കൂല. വലാ ഇലാ സുവരിക്കും. നിങ്ങളെ കോലം, നിങ്ങളിപ്പോൾ റുകൂയിലാണോ സുജൂദിലാണോ അതും അല്ലാഹു നോക്കൂല. സൂറത്തെ നിങ്ങളെ രൂപം, നിങ്ങളിപ്പോൾ റുകൂയിൽ കിടക്കാണ്, നിങ്ങളിപ്പം സുജൂദ് കിടക്കാണ്, അത് രൂപങ്ങളല്ലേ? പറയും മനുഷ്യന്മാരെ, അതല്ലേ രൂപം? ഖിയാമൊരു രൂപം, പിന്നെ റുക്കൂഅൊരു രൂപം, സുജൂദൊരു രൂപം, ഖുഊദ് രൂപം, ഇഅ്തിദാൽ രൂപം, ഖിറാഅത്തൊരു രൂപം. ഇതൊക്കെ രൂപങ്ങളാണല്ലോ. അതിലേക്കൊന്നും അല്ലാഹു തആല നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അമലിലേക്കല്ല നോക്കുക, നതീജത്തുൽ അമൽ. ആ അമലിനെ പ്രേരിപ്പിച്ചതും ആ അമലിൽ നിന്ന് ഉത്ഭൂതവുമായ ഘടകം കൽബിൽ എന്ത്? തിരിച്ചു വരി. ഇവര് സന്തോഷത്തില. കാരണം നമ്മൾ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ നിൽക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ ഇല്ല. നമ്മൾ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ. മുൻഗാമികളൊക്കെ റസൂലുള്ളാഹിന്റെ വാതിൽക്കലാണത്.
തുഫാനി പിന്നെ വന്നിരിക്കുന്നു